എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മെയ് മാസം 1-ാം തീയതി മുതൽ എല്ലാവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ATMകളിൽ സൗജന്യ ഇടപാടിനുള്ള പ്രതിമാസ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും മെയ് മാസം 1-ാം തീയതി മുതൽ 23 രൂപയും GST നൽകേണ്ടതാണ്. നിലവിലുണ്ടായിരുന്ന 21 രൂപയിൽ നിന്നാണ് 2 രൂപ ഇപ്പോൾ ഓരോ ATM ഇടപാടിനും വർദ്ധിക്കുക. ഓരോ മാസവും സ്വന്തം ബാങ്ക് ATMകളിൽ നിന്ന് 5 ഇടപാടുകളാണ് സൗജന്യമായിട്ട് നടത്തുവാൻ സാധിക്കുന്നത്. ഇതിന് പുറമെ മറ്റ് ഇതര ബാങ്ക് ATMകളിൽ നിന്ന് മെട്രോ നഗരങ്ങളിൽ 3-ഉം മറ്റ് സ്ഥലങ്ങളിലും 5 ഇടപാടുകളും സൗജന്യമാണ്. ഇതിന് ശേഷമുള്ള ഇടപാടുകൾക്ക് ഈടാക്കി വരുന്ന നിരക്കുകളാണ് വർധനവ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേത്, മെയ് മാസം 1-ാം തീയതി മുതൽ റെയിൽവേയിൽ നിന്നുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉപയോഗിച്ച് സ്ലീപ്പർ അല്ലെങ്കിൽ AC കോച്ചുകളിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അത്തരം ടിക്കറ്റുകൾ കൈവശമുള്ളവർക്ക് ജനറൽ കോച്ചുകളിൽ മാത്രമേ യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ മുൻകൂട്ടി ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുള്ള കാലയളവ് 120 ദിവസത്തിൽ നിന്ന് 60 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്. ടിക്കറ്റ് റദ്ദാക്കിയാൽ റീഫണ്ട് വെറും 2 ദിവസം കൊണ്ട് കിട്ടുന്നതാണ്. മൂന്നാമത്തേത്, ഗ്യാസ് സിലിണ്ടർ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടർ റീഫിൽ വിലകൾ എണ്ണ കമ്പനികൾ പുനഃപരിശോധിക്കുന്നത്. എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ പുനഃപരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത്. ഇതനുസരിച്ച് 19 കിലോഗ്രാം വരുന്ന വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഏകദേശം 17 രൂപയാണ് മെയ് മാസം 1 മുതൽ കുറച്ചിട്ടുള്ളത്. വാണിജ്യ സിലിണ്ടറിൻ്റെ വില കുറയുന്നത് റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസകരമായിരിക്കും. എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാമിൻ്റെ ഗാർഹിക സിലിണ്ടറിൻ്റെ നിരക്കുകളിൽ മെയ് മാസത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അടുത്തത് KSEBയിൽ നിന്നിട്ടുള്ള അറിയിപ്പാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 4-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വൈദ്യുതി കുടിശ്ശികയുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി KSEB പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിസഭ 5-ാം വർഷത്തിലേക്ക് കടക്കുന്ന 2025 മെയ് 20 മുതൽ 3 മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കുവാനും സാധിക്കുന്നതാണ്. 2 വർഷത്തിനു മേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർക്കുവാൻ സാധിക്കുന്നത്. വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചു തീർത്ത് പുനഃസ്ഥാപിക്കുവാനും സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും കുടിശ്ശിക തുകയുടെ 18% എന്ന നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായിട്ടും ഒഴിവാക്കി നൽകുന്നതാണ്. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% പകരം 4%വും 2 മുതൽ 5 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% പകരം 6% എന്നിങ്ങനെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഈ പദ്ധതിയിലൂടെ ഒറ്റത്തവണ തീർപ്പാക്കൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ്. പലിശ തുക 6 മാസമായി തുല്യ ഗഡുക്കളായിട്ട് അടയ്ക്കുവാനും അവസരമുണ്ട്. കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇളവ് കണക്കാക്കിയിട്ടുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായിട്ട് അടച്ചു തീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ നിശ്ചിത ശതമാനം ഇളവ് ലഭിക്കുന്നതാണ്. അതായത് കുടിശ്ശിക ബില്ലിൻ്റെ 95% അടച്ചാൽ മതിയായിരിക്കും. KSEB ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കുവാൻ അവസരമൊരുക്കുന്നത് ആദ്യമായിട്ടാണ്. അടുത്തത്, മെയ് 1-ന് ശേഷം ചില ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപങ്ങളുടെയും സേവിങ്സ് അക്കൗണ്ടുകളുടെയും പലിശ നിരക്കിൽ മാറ്റം വരുന്നതാണ്. RBI 2 തവണ റീപ്പോ നിരക്കുകൾ കുറയ്ക്കുവാനുള്ള തീരുമാനം എടുത്തതിനെ തുടർന്ന് പല ബാങ്കുകളും അതിനുശേഷം പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് തുടരുകയാണ്. എവിടെ നിക്ഷേപിക്കണം അല്ലെങ്കിൽ വായ്പ എടുക്കണമെന്ന് തീരുമാനിക്കുവാൻ ഉപഭോക്താക്കൾക്ക് പുതിയ നിരക്കുകൾ പരിശോധിക്കേണ്ടതാണ്. അടുത്തത്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 62 ലക്ഷത്തോളം പേർക്കുള്ള അറിയിപ്പാണ്. മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപ എല്ലാവർക്കും ലഭിക്കും. മെയ് മാസത്തിൽ തനത് പെൻഷൻ തുകയോടൊപ്പം തന്നെ 1 മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക കൂടി നൽകുവാൻ സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് മെയ് മാസം 15-ന് ശേഷം 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. അടുത്തത്, മെയ് മാസത്തിലെ റേഷൻ വിതരണമാണ്. മെയ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ച മുതലായിരിക്കും ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്.
മെയ് 3 ശനിയാഴ്ച വരെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചതിനെ തുടർന്ന് മെയ് മാസത്തിലെ റേഷൻ 6-ാം തീയതി മുതൽ വിതരണം ചെയ്താൽ മതിയെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.